What so proudly we hailed at the twilight's last gleaming, whose broad stripes and bright stars through the perilous fight o'er the ramparts we watched were so gallantly streaming. And the rugged the bombs were singing out, gave proof through the night that a flag was still there. Oh, say does that star-spangled banner yet wave o'er the land of the free and the home of the Let's continue to the Indian National Anthem now, please. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड़ उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष माहे गाहे तव जय गाथा जनगण मंगल दायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Thank you so much, everyone. Please take a seat. ഗുഡ് ഈവനിങ് ഹ്യൂസ്റ്റൺ. ഇന്ന് രാവിലെ 11 മണി മുതൽ ബഹുമാനപ്പെട്ട ജെയിംസ് സ്കൂളിൽ നേതൃത്വം നൽകുന്ന ഗോൾഡൻ നമ്മുടെ ഇന്ത്യൻ ന്യൂസിന്റെ നേതൃത്വത്തിലുള്ള ഇൻഡോ അമേരിക്കൻ ഫെസ്റ്റിന്റെ പരിപാടികൾ രാവിലെ 11 മണിക്ക് ആരംഭിച്ച ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് അധികം നാളുകളായി ഇവിടെ തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച നിരവധി പരിപാടികൾ ഇതുവരെ നടത്തി കഴിഞ്ഞു. ഇന്ന് രാവിലെ 11 മണി മുതൽ ബിസിനസ് സെമിനാർ, പ്രവാസി സമ്മിറ്റ്, പ്രവാസി കോൺക്ലേവ്, നഴ്സസ് സമ്മേളനം, അതുപോലെ തന്നെ WMC സമ്മേളനം, മറ്റ് നിരവധി ചർച്ചകൾ, മീറ്റ് ദ ലീഡർ, അതുപോലെ തന്നെ ആസ്ക് എ ക്വസ്റ്റ്യൻ ടു രമേശ് ചെന്നിത്തല. ആ പരിപാടികൾക്ക് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. അടിപൊളി പരിപാടികൾ. 11 മുതൽ 11 വരെയാണ് നമ്മൾ പരിപാടികൾ പറഞ്ഞിരിക്കുന്നത്. ആരും വാച്ചിൽ നോക്കരുത്. മനോഹരമായ നയനമനോഹരമായ ശ്രോതാക്കൾക്ക് രസകരമായ സംഭവങ്ങളും അനുഭവങ്ങളും പകർന്നു തരുന്ന ഷാൻ റഹ്മാൻ ഷോ ഉൾപ്പെടെ
ഇപ്പോൾ മനോഹരമായ നല്ല നമ്മുടെ ലക്ഷ്മി പീറ്ററുടെ നേതൃത്വത്തിലുള്ള ബ്യൂട്ടി പാജന്റ് സൗന്ദര്യ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ പരിപാടിയുടെ MC ആയിരിക്കുന്ന ലീഡ് MC മറ്റാരുമല്ല, ലക്ഷ്മി പീറ്റർ. നമുക്കൊക്കെ സുപരിചിതയായി അനേക വേദികളിൽ പ്രൊഫഷണലായി അമേരിക്കയിലെ നിരവധി വേദികളിൽ MC ആയി തകർത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ലക്ഷ്മി പീറ്ററാണ് നമ്മുടെ പരിപാടിയുടെ ഇന്നത്തെ MC. ലക്ഷ്മി പീറ്റർ, അതോടൊപ്പം തന്നെ ലക്ഷ്മിയെ സഹായിക്കാൻ ഞാനുമുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടികൾ തുടങ്ങുകയാണ്. അല്പം താമസിച്ചുവെങ്കിലും ആരും വാച്ചിൽ നോക്കരുത്. ധാരാളം പരിപാടികൾ നമുക്കുണ്ട്, നല്ല മനോഹരമായ പരിപാടികൾ ഇനി കിടക്കുന്നു. ഈ പരിപാടിയുടെ വെൽക്കത്തിന് വേണ്ടി സ്വാഗതം ചെയ്യുവാനായിട്ട് മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് ജെയിംസ് കൂടൽ. ഒരാൾ തന്നെയാണ് ഈ പരിപാടികളെല്ലാം സംഘടിപ്പിക്കുന്നത്. ഞങ്ങളൊക്കെ ചേർന്ന് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജെയിംസ് കൂടൽ കഴിഞ്ഞ വർഷവും നല്ല ഒരു പരിപാടി നടത്തി. ഈ വർഷവും രണ്ടാമത്തെ പരിപാടിയിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിന്റെ സംഘാടക പാഠവം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ കുഞ്ഞനാട് മുതലുള്ള സ്നേഹിതൻ ഇവിടെ വന്ന് ബിസിനസ് സംരംഭം ആരംഭിച്ചു. വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു. ഈ ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസിന്റെ CEO ആയ ശ്രീ ജെയിംസ് കൂടലിനെ സ്വാഗതത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി കേരളത്തിൻ്റെ മുൻ ആഭ്യന്തര മന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ശ്രീ രമേശ് ചെന്നിത്തല, നമ്മുടെ പ്രിയപ്പെട്ട തൃശ്ശൂർ സിറ്റി മേയർ ശ്രീ റോബിൻ വേലക്കാട്, കോർബൻ കൗണ്ടി ജഡ്ജി നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനായ ശ്രീ KP ജോൺ, ചാക്കോട് സിറ്റി മേയർ നമ്മുടെ ബഹുമാനായ ശ്രീ കെൻ മാത്യു, നമ്മുടെ കോർട്ട് ജഡ്ജായ ശ്രീമതി ജൂലി മാത്യു, വേളുമലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ് ശ്രീ തോമസ് മുട്ടക്കൽ, ഹോമയുടെ പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ, ഹോമയുടെ പ്രസിഡന്റ് ശ്രീ ബേബി മണക്കുന്നൻ, വേളുമലയാളി കൗൺസിലിൻ്റെ ബിസിനസ് ബോർഡിൻ്റെ ചെയർമാനും മുൻ പൊക്കാന പ്രസിഡന്റുമായ ശ്രീ ബാബു ഷീഫൻ, അഡ്വക്കേറ്റ് വൈരമൺ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കേരളത്തിൽ എത്തിയ പ്രമുഖ ബിസിനസ്സുകാരനും ചാരിറ്റി പ്രവർത്തകനുമായ വിജയ ഇന്റർനാഷണൽ ഓഡിയോട്ടോറിയത്തിൻ്റെ ഉടമയും മിഡിൽ ഈസ്റ്റിലെ ബിസിനസ് നേതൃത്വം നൽകുന്ന ശ്രീ KP വിജയൻ, നാട്ടിൽ നിന്നെത്തിയിരിക്കുന്ന ശ്രീ മുൻ പുളിങ്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഈപ്പൻ, നമ്മുടെ സ്വീകരിച്ചിരിക്കുന്ന റോഡയിൽ നിന്നെത്തിയിരിക്കുന്ന ബഹുമാനായ അറ്റോർണി അലക്സ് പാടക് ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലും ഉള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ 50ാം നിയമസഭാ ജീവിതത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് 5 വർഷക്കാലമായി പ്രവാസ ലോകത്ത് ചെറുതും വലുതുമായ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു ഓൺലൈൻ വോട്ടറായി തീർന്നതോടൊപ്പം തന്നെ ലോക മലയാളികളെ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം, ഇതുപോലെയുള്ള പ്ലാറ്റ്ഫോം ഞങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. ഈ പ്രാവശ്യം കഴിഞ്ഞ വർഷവും നമ്മൾ നാട്ടിൽ ചെയ്തിരുന്നു. ഈ വർഷവും ഇന്ന് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 11 മണി, രാത്രി 11 മണി നിൽക്കുന്ന ഒരു അതിമനോഹരമായ വിഭവസമൃദ്ധമായ വിഭവങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് എത്തിയിരിക്കുന്ന നിങ്ങളെയെല്ലാം നമ്മൾ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതീക്ഷിതമായ ശ്രീ രമേശ് ചെന്നിത്തല, നിങ്ങൾക്കറിയാം, അദ്ദേഹം കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ, യുവജന പ്രസ്ഥാനത്തിലൂടെ നിരവധി രംഗങ്ങൾ ശോഭിച്ച വ്യക്തിത്വമാണ്. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. ഗാന്ധിഗ്രാം എന്ന് പറയുന്ന ആദിവാസികൾക്ക് വേണ്ടി, ആദിവാസികൾക്ക് കരുത്തേകുന്ന, നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് തണലേകുന്ന ഗാന്ധിഗ്രാം പോലെയുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട്
സാമൂഹിക സേവന രംഗത്തും അദ്ദേഹത്തിൻ്റെതായ ചുവടുകൾ വച്ചിരിക്കുകയാണ്. എന്നും സാധാരണക്കാർ മുന്നിൽ കൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. കേരള രാഷ്ട്രീയത്തെ എടുത്ത് നോക്കിയാൽ ഉമ്മൻചാണ്ടിക്ക് മുമ്പ് ഉമ്മൻചാണ്ടിക്ക് പിമ്പ് എന്ന് നമുക്ക് രേഖപ്പെടുത്തേണ്ടി വരും. ഉമ്മൻചാണ്ടിക്ക് മുമ്പുള്ള കേരളത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു നേതാവെങ്കിൽ ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള കേരളത്തെ നയിക്കേണ്ടത് അതിനർഹതമായ ഏക നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിന് നിങ്ങളെല്ലാം പേരിൽ ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസിൻ്റെ പേരിൽ ഞാൻ ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ കോർബൻ കൗണ്ടി ജഡ്ജ് ശ്രീ KP ജോർജ്, എൻ്റെ നാട്ടുകാരനെ കൂടിയാണ്, കൊതിക്കാരനെ. കൊക്കാത്തോട്ടിൽ ഒരു ബസ് പോലും ഒരു സൈക്കിൾ പോലും പറ്റാത്ത കൊക്കാത്തോട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ഇലക്ട്രിസിറ്റി എത്തിയത് അടുത്ത നാളുകളാണ്. ആ നാട്ടിൽ ഒരു ഹൈസ്കൂളിൽ എന്ന് പറയുന്ന കൊക്കാത്തോട്ടെ ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വിദ്യാർത്ഥികളാണ്. അത്രമാത്രം ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നും അമേരിക്കയിലെ ഒരു കൗണ്ടി, നമ്മുടെ കൗണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജില്ല, കൗണ്ടിയുടെ അധിപനായി വളർന്നു വന്ന ശ്രീ KP ജോർജ് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഇന്നും പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരൻ ശ്രീ KP ജോർജിനെ ഞാൻ ഹാർദവമായി, ബഹുമാനപ്പെട്ട ജഡ്ജ് KP ജോർജിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങോടൊപ്പം ഉണ്ട്. ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും അതിനെ തരണം ചെയ്യാൻ ഞങ്ങൾ അങ്ങോടൊപ്പം ഉണ്ടെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ റോബിൻ ഏലക്കാട്, കണ്ടാൽ പ്രായം തോന്നിക്കുന്ന ചെറുപ്പക്കാരനാണ്. കാനായ യുവന പ്രസ്ഥാനത്തിനൊക്കെ നേതൃത്വം കൊടുത്ത് വളരെ ചുവടുകൂടി വളരെ പെട്ടെന്ന് മിസൂറി സിറ്റി പോലെയുള്ള ഒരു സിറ്റിയെ നയിക്കുവാൻ പ്രാപ്തനാണെന്ന് തെളിയിച്ച 2 പ്രാവശ്യം മേയറായി. 3ാമത്തെ പ്രാവശ്യവും മേയറാകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ശ്രീപ്പെട്ട സുഹൃത്ത് റോബിൻ ഏലക്കാട്, ബഹുമാനായ റോബിൻ ഏലക്കാടിനെ ഞാൻ ഈ വേദിയിലേക്ക് ചെയ്യുന്നു. ജഡ്ജി ജൂലി മാത്യു, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജൂലി മാത്യു തെരഞ്ഞെടുപ്പിലൂടെയാണ് അമേരിക്കയിലെ പ്രത്യേകിച്ച് കോർബൻ കൗണ്ടിയിലെ ഒരു ജഡ്ജായി വന്നത്. ശ്രീ ജൂലി മാത്യുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ശ്രീ KP വിജയൻ, ഞാൻ പറഞ്ഞു വ്യവസായമേ, അദ്ദേഹം വ്യവസായിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ അവാർഡ് കൊടുക്കുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് കർമ്മശ്രേഷ്ഠ പുരസ്കാരം കൊടുക്കുന്നത് തന്നെ നമ്മൾ KP വിജയൻ എന്ന സേവനശ്രീ അവാർഡ് കൊണ്ട് സ്വീകരിക്കണം. അത് 1200 ആളുകൾക്കാണ് എല്ലാ മാസവും അദ്ദേഹം ഫുഡ് കൊടുക്കുന്നത്. അതുപോലെ ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതാണ്. അദ്ദേഹത്തിനായ ആളുകളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സാധാരണക്കാരുടെ കല്യാണം ഉൾപ്പെടെയുള്ള സാധാരണക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു സാധാരണക്കാരനായ, സാമ്പത്തികമായ ഉന്നതിയിലാണെങ്കിലും പ്രവൃത്തിയിൽ സാധാരണക്കാരായ ശ്രീ KP വിജയനെ നമ്മൾ ചെയ്തതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ പത്മശ്രീ അവാർഡ് കൊടുക്കുന്ന ശ്രീ ബാബു ശിവൻ. ബാബു ശിവന്റെ പേര് ഒരു പേപ്പറിൽ നമ്മൾ കാണാറില്ല. കാരണം അദ്ദേഹം ചെയ്യുന്നതൊക്കെ ആരും അറിയരുത്, അതെല്ലാം ചെയ്യുന്ന സംഘടനകളുടെ പേരിലാണ്. ആയിരക്കണക്കിന് രൂപ സാമൂഹ്യ സേവന രംഗത്ത്, ചാരിറ്റി രംഗത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അദ്ദേഹം ഉൾക്കൊള്ളുന്ന സംഘടനകളുടെ പേരിലാണ്. പൊക്കാനയുടെ പേരിൽ, പ്രസ് ക്ലബിൻ്റെ പേരിൽ, ഇപ്പം വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പേരിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് അറിയപ്പെട്ടിരുന്നുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന്. നിശബ്ദമായ സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തുന്ന ശ്രീ ബാബു ശിവനെ ആർദ്രവുമായി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ 3 പ്രമുഖ സംഘടനകൾ. വേൾഡ് മലയാളി കൗൺസിൽ ലോകമൊത്തമുള്ള ഒരു സംഘടനയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ തോമസ് മുട്ടക്കൽ. അദ്ദേഹവും ഒരു പ്രമുഖ വ്യവസായിയാണെങ്കിൽ പോലും അദ്ദേഹം അറിയപ്പെടുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി 35-40 രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് പ്രവാസികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തുവാൻ അദ്ദേഹം നടത്തിയ യാത്രകൾ, വ്യവസായത്തോടൊപ്പം അദ്ദേഹം നടത്തുന്ന സേവനങ്ങളെ നമ്മൾ ഈ അവസരത്തിൽ അംഗീകരിക്കുന്നു, അവനോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെയാണ് പൊക്കാനയുടെ പ്രസിഡന്റ് ഡോക്ടർ ഷിജിമോൻ. ബാബു സ്റ്റീഫിന് ശേഷം, അധികായകനായ ബാബു സ്റ്റീഫിന് ശേഷം പൊക്കാനയുടെ
സാരഥ്യം ഏറ്റെടുത്ത ശ്രീ ഡോക്ടർ സജീവനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഫോമയുടെ പ്രസിഡന്റ് ശ്രീ ബേബി മണക്കുന്നിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫോമയുടെ അടുത്ത വർഷത്തെ കൺവെൻഷൻ ഊസ്റ്റൽ വെച്ചാണ് നടക്കുന്നത്. നമ്മുടെ ഒരു ആഘോഷമായിട്ട് മാറ്റണം, ഊസ്റ്റൻ്റെ ഒരു ആഘോഷമായിട്ട് മാറ്റണം. ഞങ്ങൾ ശ്രീ ഉറപ്പു തരുന്നു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നമുക്ക് നമ്മുടെ അമേരിക്കയുടെ ഊസ്റ്റൻ്റെ ഒരു ആഘോഷമാക്കി മാറ്റാൻ എല്ലാവിധമായ സഹായങ്ങളും ഉണ്ടാകുമെന്ന് ഉറപ്പ് തരുവാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അതുപോലെ നാട്ടിൽ നിന്നെത്തിയത് ശ്രീ ഈപ്പൻ കുര്യൻ, എനിക്ക് വളരെ പരിചയമുള്ള ഗുഡ്വിൽ രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ സൊസൈറ്റിയിലൂടെ അതിൻ്റെ ചെയർമാൻ ശ്രീ പി ജെ കുര്യൻ സാറാണെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ശ്രീ ഈപ്പൻ കുര്യനാണ്. ഒട്ടേറെ ആളുകൾക്ക് കിഡ്നി ഡയാലിസിസ് ഉൾപ്പെടെ മറ്റ് ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സഹായം ഉൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ് ഗുഡ്വിൽ രാജീവ് ഗാന്ധി ഗുഡ്വിൽ ചാരിറ്റബിൾ സൊസൈറ്റി. അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഈപ്പൻ കുര്യനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒട്ടേറെ സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് ഈ പരിപാടി നടക്കുന്നത്. നമ്മളെ ഈ പരിപാടിയുടെ തുടക്കം മുതൽ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നത് ടെന്നസ് പ്രോപ്പർട്ടീസാണ്. ടെന്നസ് പ്രോപ്പർട്ടീസിൻ്റെ ചെയർമാൻ ശ്രീ സുകേഷ് ഗോവിന്ദൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് നമ്മുടെ ടെന്നസ് പ്രോപ്പർട്ടിയാണ് ഈ ഷോ പ്രൊവൈഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. IPC അമേരിക്കയിലെ പത്രക്കാരുടെ സംഘടനയാണ് IPC. അതിൻ്റെ പ്രസിഡന്റ് സുനിൽ കൈസറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, CGFൻ്റെ സംബന്ധം കേൾക്കാത്ത ഒരു മലയാളി നേഴ്സ് നാട്ടിൽ കാണിക്കുന്നു. CGFൻ്റെ വൈസ് പ്രസിഡന്റായി നമ്മുടെ അഭിമാനമായി നമ്മുടെ ഒരു സഹോദരി ഇരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ പ്രവാസ ലോകത്ത് നമുക്കെല്ലാം സന്തോഷം നൽകുന്ന കാര്യമാണ്. ശ്രീമതി സുജാത് തോമസിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നൈന എന്ന് പറയുന്നത് അമേരിക്കൻ നേഴ്സിംഗ് അസോസിയേഷൻ. നമ്മൾ ഇന്ന് അവരെ ഓണർ ചെയ്തു. നമ്മളെല്ലാം നാട്ടിൽ നിന്നും വിദേശത്തേക്ക് പോകാൻ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കായാലും അമേരിക്കയിലേക്ക് പോകാൻ കാരണഭൂതരായത് നേഴ്സസാണ്. എൻ്റെ വൈഫും നേഴ്സാണ്. അവർക്കെല്ലാവർക്കും വേണ്ടി അമേരിക്കയിലെ നമ്മുടെ എല്ലാം നേഴ്സ് അസോസിയേഷനെ പ്രതിദാനം ചെയ്യുന്ന താര സാജിൻ വൈസ് പ്രസിഡന്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഊസ്റ്റൺ നേഴ്സിംഗ് അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ട് ഒരു ആണൊഴുത്തൻ അല്ലേ, പ്രസിഡന്റായി ഒരു ആണൊഴുത്തം വന്നിരിക്കുന്നു. അതിനെ കഴിഞ്ഞ ദിവസത്തെ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ശ്രീ ബിജുവിട്ടനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ WHO ബോർഡ് മെമ്പർ ശ്രീ ഗ്ലോറിയ ലാമല്ല എത്തിയിട്ടുണ്ട്, സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഊസ്റ്റൺ മലയാളി അസോസിയേഷൻ എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് വളരെ നമ്മൾക്കെല്ലാം അഭിമാനമുള്ളതാണ്, നമ്മുടെ തറവാടാണ്. അതിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിജുവിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മുടെ കൈത്താങ്ങായി വന്ന രണ്ട് സംഘടനകളുണ്ട്. ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് ടിസാഖാണ്. ടിസാഖിൻ്റെ ചെറുകുള്ള ഈ പ്രോഗ്രാം ഊസ്റ്റൺ നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഇങ്ങോട്ട് വിളിച്ചു, ഞങ്ങൾ കൂടെയുണ്ട്, ധൈര്യമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം സലൂൺ. ടിസാഖിൻ്റെ ചെറുകുള്ള അതിൻ്റെ നേതൃത്വം നിൽക്കുന്ന ഡാനിക്കും സഹപ്രവർത്തകർക്കും ശ്രീ ജിജു കുളങ്ങര എല്ലാത്തിനകത്തുണ്ട്. കുക്കില്ലാത്ത കഷായം ഇല്ല എന്ന് പറഞ്ഞത് കുറിച്ചുള്ള എല്ലാ പരിപാടികളും ശ്രീ ജിജുവിനും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് സൗത്ത് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ്, നമ്മുടെ അതിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് നമ്മുടെ ഈ പരിപാടിക്ക് ആദ്യം തന്നെ എല്ലാ സഹായങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഉണ്ട്. രാവിലെ മുതൽ തന്നെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സൗത്ത് ഇന്ത്യൻ ചേംബേഴ്സിൻ്റെ പ്രസിഡന്റ് ജോർജ് ജോസഫിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഷിബു ഷോമൻ, അദ്ദേഹം വളർന്നു വരുന്ന ഡാലസ് കേന്ദ്രമായ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ഒട്ടേറെ കഴിഞ്ഞ പ്രാവശ്യം മേയറായി നിന്ന് മത്സരിച്ചിരുന്നു. ഡോക്ടർ ഷിബു ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഡോക്ടർ ഷിബു ഷോമനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ പോലീസ് ഓഫീസർ, നമ്മുടെ അഭിമാനമായ ഊസ്റ്റണിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്യാപ്റ്റനായി നിൽക്കുന്ന ശ്രീ മനോജ്
ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നമുക്കെല്ലാം അഭിമാനമാണ്. നമ്മുടെ ഒരു മലയാളി ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തലപ്പത്ത് വരുന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന കാര്യമാണ്. അവരെ ശ്രീ മനോജിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാ മാധ്യമപ്രവർത്തകരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാധ്യമപ്രവർത്തകരെ എല്ലാവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. ബോസ്റ്റണിലെയും അമേരിക്കയിലെയും എല്ലാ മാധ്യമപ്രവർത്തകരും തുടക്കം മുതൽ നമ്മളിതിനു വേണ്ടി നിന്നു. പ്രത്യേകിച്ച് ഷീബ നിൽക്കുന്ന മല്ലു കഫേ തുടങ്ങിയ എല്ലാ ചാനലും, എല്ലാ റേഡിയോ സ്റ്റേഷനായാലും മാധ്യമ സ്ഥാപനങ്ങളായാലും എല്ലാം നമുക്ക് തുടക്കം മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം ഞാൻ സ്വാഗതം ചെയ്തു. ഈ സംഘടന അതുപോലെ തന്നെയാണ് പൊക്കാന ഹോമ വേൾഡ് മലയാളി കൗൺസിൽ പോലെ തന്നെ നമ്മുടെ ഇതിനുവേണ്ടി നമ്മൾ സഹായമെത്തിച്ച സംഘടനയാണ് പ്രാദേശിക സംഘടനകൾ ഒരുമയുടെ ജീൻസുണ്ടെന്ന് തോന്നുന്നു. ഒരുമയുടെ അതിൻ്റെ പ്രസിഡന്റിനെയും സഹപ്രവർത്തകരെയും ഞാൻ സ്വാഗതം ചെയ്തു. നിങ്ങൾക്ക് ഇത് ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഇത് നമ്മുടെ സന്തോഷം പങ്കുവെക്കാൻ ഉള്ള ദിവസമാണ്. ആ സന്തോഷം പങ്കുവെക്കാനുള്ള നിമിഷങ്ങളാണ് ഇനി 5 മണിക്കൂർ കടന്നു പോകുന്നത്. ഈ ആശയം ഗ്ലോബൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം ഞാൻ മുന്നോട്ട് വെച്ചപ്പോൾ എനിക്ക് തലങ്ങായിരുന്ന ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്താലും യെസ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന 2 പേരുണ്ട്. ഒന്ന് തോമസ് സ്റ്റീഫൻ, എൻ്റെ സഹോദരനെ പോലെ എൻ്റെ എല്ലാ പ്രവർത്തനവും, ഞാൻ എൻ്റെ പൊതുപ്രവർത്തനത്തിനായാലും മറ്റു പ്രവർത്തനങ്ങളായാലും കൂടെ നിൽക്കുന്ന തോമസ് സ്റ്റീഫനും, ഇപ്പോൾ എനിക്ക് പുതുതായി കിട്ടിയിരിക്കുന്ന ഒരു കൂട്ടുകാരനുണ്ട് ശ്രീ ബിനോയ് ജോൺ. അവിടെ 2 പേരുടെയും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നു. ഞങ്ങളുടെ 3 പേരുടെയും എല്ലാ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഞാൻ ആരുടെയെങ്കിലും കേട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഷിബു ഷാമൽ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഷിബു ഷാമൽ ചാരിറ്റി പ്രവർത്തകനാണ്, സാമൂഹിക പ്രവർത്തകനാണ്, അവിടെ ബിസിനസ്സുകാരനാണ്. എല്ലാവർക്കും അതുപോലെ തന്നെ ഈ പരിപാടിയിൽ നമ്മോടൊപ്പം നിൽക്കുന്ന ശ്രീ ലക്ഷ്മി പീറ്റർ, ശ്രീ ജീമോൻ റാണി ഉൾപ്പെടെയുള്ള ഈ ഇതിന് നേതൃത്വം നൽകുന്ന സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ റിയൽറ്റർ ആയിട്ടുള്ള ശ്രീ ജോൺ ഡബ്ല്യു വർഗീസ്, ജിബി പാറയ്ക്കൽ, ആശാ ജിൻസി ജോസ്, അതുപോലെ ഞാൻ മറന്നുപോയി സൗത്ത് പാർക്കിൻ്റെ സാരഥി സുനിൽ കോര. അദ്ദേഹം സുനിൽക്കോര എവിടെ ഉണ്ടെങ്കിലും എനിക്ക് നമുക്ക് മാത്രമല്ല പോസ്റ്റലിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് ഇന്ത്യൻ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങായി നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ഒരു നല്ല മനുഷ്യൻ്റെ മനസ്സിനുടമയാണ്. ഇന്ന് ഞങ്ങൾ കമ്മ്യൂണിറ്റി സ്പോൺസറായിട്ടുള്ള കാണുന്നത് കമ്മ്യൂണിറ്റി അവാർഡ് കൊണ്ട് അങ്ങനെ ആദരിക്കുകയാണ്. സുനിൽ കോരയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഞാൻ ആദ്യം തന്നെ പറയേണ്ട പേര് ഒന്നായിരുന്നു. ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അലസ് ബാറയ്ക്ക് ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ എല്ലാവരെയും ആരെയും വിട്ടിട്ട് പോയെങ്കിൽ എന്നെ ക്ഷണിക്കണം. അവരെല്ലാം ഞാൻ ഹൃദയത്തോടെ ചേർന്ന് വെച്ചുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഹലോ, നമ്മുടെ ജെയിംസിന് ഒരു സ്പെഷ്യൽ കയ്യടിയാണ് കൊടുക്കേണ്ടത്. ഒറ്റയ്ക്കാണ് ഈ പരിപാടിയെല്ലാം ചെയ്യുന്നത്. ഗുഡ് ജോബ് ജെയിംസ്. വളരെ നല്ല പരിപാടികളാണ് ഇന്ന്. ബ്രസീലിയൻ ഡാൻസ് ഒക്കെ വരുന്നുണ്ട്. ഷാൻ റഹ്മാൻ മ്യൂസിക് ഷോയ്ക്കുണ്ട്. ഡിസ്റ്റിങ്വിഷ് ഗസ്റ്റ് അവിടെ നിൽക്കണം. ഇനി 4 പേർക്ക് നമ്മുടെ പ്രത്യേക അവാർഡ് സമ്മാനിക്കുകയാണ്. പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചത്. 1982 നാഗപ്പൂർ NSU നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ ദേശീയ സമ്മേളനം നടക്കുന്നു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയാണ് ആ സമ്മേളനത്തിന്റെ മുഖ്യാതിഥി. അവിടെ ഒരു കൊച്ചു പയ്യൻ 26 വയസ്സ്, വീട് ചെന്നിത്തലക്കാരൻ പ്രസംഗിക്കാൻ തുടങ്ങി. 10 മിനിറ്റ് 15 മിനിറ്റ് അരമണിക്കൂർ പ്രസംഗം മുഴുവൻ ഹിന്ദി ഭാഷയിൽ. നോർത്ത് ഇന്ത്യക്കാരെ പോലും കടത്തിവിട്ടിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ഹിന്ദി പ്രസംഗം അവിടെ ഇരിക്കുന്ന എല്ലാവരും, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഒപ്പം തന്നെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കും ആവേശം കയറി. അവർ എഴുന്നേറ്റ് നിന്ന് ഈ കൊച്ചു പയ്യനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സഭാഷ് രമേശ്, സഭാഷ് രമേശ്. ലോകമാധ്യമങ്ങൾ സഭാഷ് രമേശ് ഹെഡിങ്ങിൽ എഴുതി. ആ സഭാഷ് രമേശ് ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. രമേശ് വളർന്നു വലുതായി കോൺഗ്രസിൽ ഉന്നത പദവികളിലെത്തി. അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്ത് ഗാന്ധിഗ്രാം പ്രൊജക്ട്, അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഗാന്ധിഗ്രാം പ്രൊജക്ട് ആരംഭിച്ചു. 100 കണക്കിന് 1000 കുടുംബങ്ങൾ, ദളിത്, ആദിവാസി, പട്ടികജാതി, പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾക്ക്, ആ കുടുംബങ്ങൾക്ക് അത്താണിയായി മാറിയ ഒരു രമേശിനെതിരെ നിങ്ങൾക്ക് പരിചയമില്ല. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ അനേക ജീവിതങ്ങൾക്ക് താങ്ങിത്തണലുമായി നിന്നു. അതുകൊണ്ട് നമ്മുടെ ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് അദ്ദേഹത്തെ കർമ്മശ്രേഷ്ഠ അവാർഡ്
കൊടുത്ത് ആദരിക്കുകയാണ്. കർമ്മശ്രേഷ്ഠ അവാർഡ് ഗോസ് ടു ശ്രീ രമേശ് ചെന്നിത്തല. ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഗാന്ധിഗ്രാം പ്രൊജക്ട് എന്ന് പറയുന്ന സാധാരണക്കാർക്ക് സഹായിക്കാനുള്ള ഗാന്ധിഗ്രാം പദ്ധതിക്ക് ഗ്ലോബൽ ഇന്ത്യൻ ന്യൂസ് 1 ലക്ഷം രൂപ സംഭാവന ചെയ്യുന്നതായിരിക്കും. അതിനുള്ള ആദരവായിട്ട് ബഹുമാനപ്പെട്ട മേയർ റോബിൻ ആൻഡ് KP ജോർജ് പ്രസന്റ് ചെയ്യുന്നു. Judge KP George and Mayor Robin Ellicott. അടുത്തത് സമയം ചുരുക്കം കൊണ്ട് എല്ലാം ചുരുക്കുകയാണ്. നിങ്ങൾക്കെല്ലാം സുപരിചിതനാണ് ഡോക്ടർ ബാബു സ്റ്റീഫൻ. ബിസിനസ് സംരംഭ രംഗത്തും അനവധി നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സംഘാടകൻ ഡോക്ടർ ബാബു സ്റ്റീഫന് കർമ്മ ശ്രീ അവാർഡ് ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല നൽകും. കേരളത്തിൽ KPV ചാരിറ്റബിൾ ട്രസ്റ്റിൽ കൂടി ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് അത്താണിയായി മാറിയ തിരുവല്ലക്കാരൻ കേരളത്തിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയത്തിന്റെ ഉടമ കൂടിയായ KP വിജയന് സേവനശ്രീ അവാർഡ് ശ്രീ രമേശ് ചെന്നിത്തല നൽകുന്നു. ശ്രീ KP വിജയൻ. അമേരിക്കയിലെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന 3 സംഘടനകൾ വേൾഡ് മലയാളി കൗൺസിൽ, ഫൊക്കാന ഫോമ. വേൾഡ് മലയാളി കൗൺസിൽ പ്രസിഡന്റ് തോമസ് മുട്ടക്കൽ, ഫൊക്കാന പ്രസിഡന്റ് ഡോക്ടർ സജിമോൻ ആന്റണി, ഫോമ പ്രസിഡന്റ് ബേബി വടക്കുന്നൻ 3 പേർക്കും ഇപ്പോൾ അവാർഡുകൾ നൽകുന്നു. ശ്രീ രമേശ് ചെന്നിത്തല. അവാർഡ് ദാന ചടങ്ങിന്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. You may please be seated. ടിസാക്കിന്റെ